അകതാരിൽ സ്വപ്നം വിടരും തന്നേരോരെങ്ങും പ്രവാചകരെ മദീനത്തെ മടപ്പിറവുകളെ പാറിപ്പാറയ്ക്കും മിനാരമിലെ അഹദോന്റെ ദീനിൻ പൊൻപ്രഭയായി അഴകായി ജ്വലിക്കുന്ന റൗളയിലെ അഴകെ നീയെത്തുവാൻ പതിയേറെയായി അരുണാതനം നീ ചെയ്തിടല്ലേ. ഏറ്റവും സ്നേഹമായുള്ള എൻ്റെ സുഹൃത്തുക്കളെ, അതുപോലെ തന്നെ ഞാൻ ചില കാര്യങ്ങൾ മാത്രം ചുരുങ്ങിയ സമയം കൊണ്ട് ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്ന ഒരു സാലിഹായ സ്വീകരിക്കുന്നു. ഒരിക്കൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടെ ചെന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ ശരീരം ഒഴിച്ച് എല്ലാത്തിനേക്കാളും ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. എന്റെ ശരീരം ഒഴിച്ച് എല്ലാത്തിനേക്കാളും അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു. എന്റെ റൂഹ് വെച്ചിട്ടാണ് അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നതെന്ന് പറയുമ്പോൾ ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഉമറേ, നീ ഒരു പൂർണ്ണ മുഅ്മിനായിട്ടില്ല. ഉമറേ, നീ ഒരു പൂർണ്ണ മുഅ്മിനായിട്ടില്ല എന്ന് ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്, എന്താ ഞാൻ ഒരു പൂർണ്ണ മുഅ്മിനാവാത്തത്? അതെന്താ ഞാനൊരു പൂർണ്ണ മുഅ്മിനാവാത്തതെന്ന് ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, ലാ യുമിനു അഹദുക്കും ഹത്താ അകൂന ഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വ വലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളൊരാളും പൂർണ്ണ മുഅ്മിനാവുകയില്ല. ഏതുവരെ എന്നറിയുമോ? സ്വന്തം ഉമ്മയെക്കാളും കുട്ടികളെക്കാളും എല്ലാ ജനങ്ങളെക്കാളും എന്നെ പ്രിയം വെക്കുന്നത് വരെ നിങ്ങളൊരു പൂർണ്ണ മുഅ്മിനാവുകയില്ലെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ആധുനിക കാലഘട്ടത്തെ ഒന്ന് ചിന്തിച്ച് നോക്കുമ്പോൾ നമ്മുടെ അവസ്ഥ എവിടെയാ? ഉമ്മമാരെ, നമ്മൾ ആരെയാ പ്രിയം വെക്കുന്നത്? നാം ആരെയാ സ്നേഹിക്കുന്നത്? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്താ? ലാ യുമിനു അഹദുക്കും ഹത്താ അകൂന ഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നമ്മുടെ പ്രേമം ആരോടാ? ലോകത്തിന്റെ നായകനെ നമുക്ക് വേണ്ടല്ലോ. നമ്മൾ പ്രിയം വെക്കുന്നത് ആരെയാ? നമുക്ക് ഇഷ്ടപ്പെടുന്നത് ആരെയാ? നമുക്ക് നമ്മുടെ പ്രേം നമ്മുടെ സിനിമാ താരത്തോടും സ്പോർട്സ് താരത്തോടും കാണിക്കുമ്പോ ലോകത്തിന്റെ നായകനെ മറക്കുന്ന ഉമ്മ. മഗ്‌രിബിന്റെ സമയം കഴിഞ്ഞ് സീരിയൽ തുറന്നു വെച്ച്, അല്ലെങ്കിൽ വാട്സപ്പ് തുറന്നു വെച്ച്, ഫേസ്ബുക്ക് തുറന്നു വെച്ച് അല്ലാഹുവിന്റെ റസൂലിനെ മറക്കുന്ന ഉമ്മ. നാളെ ഉണ്ടല്ലോ മഹ്ശറവൻ സഭയിൽ അല്ലാഹുവിന്റെ കോടതിയിൽ നമ്മുടെ ആരാണ് നാളെ ശുപാർശ ചെയ്യാൻ കൊണ്ടുവരിക? ലോകത്തിന്റെ നായകനല്ലേ വരികയുള്ളൂ. അവിടെ ഒരാൾക്കും പ്രശസ്തിയില്ല, അവിടെ ഒരാൾക്കും പ്രശസ്തിയില്ല. നീ ആരെയാണോ പ്രിയം വെക്കുന്നത് നീ അവരുടെ കൂടെ നാളെ സ്വർഗത്തിൽ കിടക്കുകയുള്ളൂ എന്ന് പറഞ്ഞ പ്രവാചകനാണ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും, നിങ്ങൾ ആരെയാണോ പ്രിയം വെക്കുന്നത് നാളെ അവരുടെ കൂടെയാണെന്ന് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ നമ്മുടെ ഈ കാലഘട്ടം എവിടെ എത്തി നാം ഒന്ന് ചിന്തിച്ചു നോക്കാം. സഹാബത്തിന്റെ സ്നേഹം എങ്ങനെയാ? ഒരിക്കൽ മാലിക് ഇമാം റളിയല്ലാഹു അൻഹു ആ മദീനയുടെ മണ്ണിൽ വെച്ച് ഹദീസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ മാലിക് ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ കാലിൽ അതാ ഒരു തേള് വന്ന് കുത്തുകയാണ്. ഒരു തേള് വന്ന് ഉമ്മമാരെ, ഒരു പ്രാവശ്യമല്ല തേള് കുത്തിയത്, 2 പ്രാവശ്യമല്ല തേള് കുത്തിയത്, 3 പ്രാവശ്യമല്ല തേള് കുത്തിയത്. എത്ര പ്രാവശ്യമാണ് തേള് കുത്തിയതെന്നറിയുമോ എന്റെ ഉമ്മമാരെ? എത്ര പ്രാവശ്യമാണെന്നറിയുമോ? 16 പ്രാവശ്യമാ. അവിടെ കൂടിയിരുന്ന സ്വഭാവത്തിൽ ചോദിക്കുകയാണ്, അല്ലയോ മാലിക് ഇമാമേ, അല്ലയോ മാലിക് റളിയല്ലാഹു അൻഹു,
ഹബീബിനാണ് അവിടെ ഞാൻ സ്ഥാനം കൊടുക്കാറ്. അവിടെ ഒരു തേടിന് ഞാൻ ഇതുവരെ സ്ഥാനം കൊടുത്തിട്ടില്ല. ആ തേട് കുത്തിയത് പോലും ഞാൻ അറിഞ്ഞില്ല സഹോബ. ആരാ പറയുന്നത്? മാലിക് ഇമാം പറഞ്ഞു തരികയാണ്. നമ്മളുടെ സ്നേഹം അതിരിട്ട് കഴിഞ്ഞുകൊണ്ട് ആഡംബര ജീവിതത്തിലൂടെയും മയക്കുമരുന്നിന്റെയും വ്യഭിചാരത്തിന്റെയും ആധുനിക കാലഘട്ടത്തിൽ കുടിച്ച് കൂത്താടിക്കൊണ്ട് നടക്കുന്ന യുവസമൂഹമേ, എവിടെയാ നമ്മുടെ കാലഘട്ടം കഴിഞ്ഞു പോയതെന്ന് ആലോചിച്ചു നോക്കുമ്പോ നമ്മുടെ പ്രവാചകനെ മറക്കല്ല കേട്ടോ. എന്തിനാ നമുക്ക് മയക്കുമരുന്ന്, എന്തിനാ നമുക്ക് കഞ്ചാവ്, എന്തിനാ നമുക്ക് ലഹരി വസ്തുക്കളെന്ന് ചോദിക്കുമ്പോ നമ്മുടെ ഈ ആധുനിക കാലം എവിടെ എത്തിയെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. എവിടെയാണ് നമ്മുടെ ആധുനിക കാലം? നമ്മുടെ ലോകത്തിന്റെ നായകൻ പഠിപ്പിച്ചു തന്നതെന്താ? ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ല, നിങ്ങൾ ആർക്ക് വേണ്ടിയാ, നിങ്ങൾ ആർക്ക് വേണ്ടിയാ ഈ ഭൂമിയിൽ, നിങ്ങൾ ആർക്ക് വേണ്ടിയാ ജീവിക്കുന്നത്? നിങ്ങളുടെ സീറ്റ് എവിടെയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. നിങ്ങൾ നാളെ എന്റെ കൂടെ സ്വർഗത്തിൽ കിടക്കേണ്ട ഉമ്മത്തീങ്ങളാണ്. നിങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് എന്ത് ഭൂതാതമാ കളിച്ചുകൊണ്ടിരിക്കുന്നത്? ആരാണ്? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആരായിരുന്നു? ലോകത്തിന്റെ ഖലീഫയായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആരായിരുന്നു? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് തന്നെ മദ്യത്തിന്റെയും ലഹരി വസ്തുക്കളുടെയും വ്യഭിചാരത്തിന്റെയും അടിമപ്പെട്ടിരുന്ന ഒരു സ്വഹാബിയായിരുന്നു ഉമർ ബിൻ ഖത്താബ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാമിന്റെ പ്രബോധനവുമായി വരുമ്പോൾ അവിടെ നിന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഉമറെ, നിന്നെ കുറിച്ച് ഒരുപാട് ഞാൻ കേട്ടിരിക്കുന്നു. ഞാൻ വരുന്ന വഴിയിലെല്ലാം നിന്റെ ഉമറിന്റെ സംസാരമാ. ഉമറെ, നിന്റെ സംസാരമാ വഴിയിൽ മുഴുവനും ഞാൻ കേട്ടത്. ഒരാളുടെയും സംസാരം ഞാൻ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞതാരാ? ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമറിനോട് പറയുമ്പോ ഉമർ ചോദിക്കും, മുഹമ്മദേ, നീ എന്തിനാ വന്നത്? ഉമർ ചോദിക്കുകയാണ്, മുഹമ്മദേ, നീ എന്തിനാ വന്നത്? നിന്നെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ വന്നതാ ഞാൻ. അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് നീ വരിക. അപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുകയാണ്, ഉമർ അവിടുന്ന് പറയുകയാണ്, മുഹമ്മദേ, നീ ഒരു കള്ളപ്രവാചകനാണ്, നീ ഒരു കള്ളപ്രവാചകനാണ്, നീ ഒരു മുഹമ്മദല്ല, നിന്റെ ദൈവത്തിലേക്ക് ഞാൻ ആരാധിക്കുകയില്ല, നീ കള്ളപ്രവാചകനാണെന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ
നിങ്ങളൊരു കള്ളപ്രവാചകനാണെന്ന് പറഞ്ഞുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിടെ നിന്ന് ആട്ടിയോടിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അവിടെ നിന്ന് ദുആ ചെയ്യുകയാണ്, അല്ലാഹുവേ ഈ കരുത്തനായ ഉമറുണ്ടല്ലോ അല്ലാഹ്, ഈ കരുത്തനായ ഉമറിനെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരണേ എന്ന് അവിടെ നിന്ന് അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്യുമ്പോൾ ഒരുപാട് വിശദീകരിക്കാറുണ്ട്. ചരിത്രം വിശാലമാണ്, ഞാൻ ചുരുക്കുകയാണ്. അങ്ങനെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. എന്നിട്ട് പറയുകയാണ്, ആർക്കാണ് എന്റെ മുഹമ്മദിന്റെ തല വെട്ടേണ്ടത്? ആർക്കാണ് എന്റെ മുഹമ്മദിന്റെ തല വെട്ടേണ്ടത്? ആർക്കാണ് എന്റെ മുഹമ്മദിന്റെ തല വെട്ടേണ്ടതെന്ന് ചോദിക്കുന്നത്. അരയിൽ നിന്ന് വാളൂരി പിടിച്ചിട്ട് പറയുകയാണ്, എന്റെ റസൂലുള്ളാഹിന്റെ എന്റെ ഹബീബിന്റെ തട്ടമെന്ന് തല ഞാൻ വെട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉണ്ടല്ലോ റസൂലുള്ളാഹിന്റെ കൂടെ നടക്കുകയാണ്. ആർക്കാണ് എന്റെ റസൂലുള്ളാഹിനെ ചീത്ത വിളിക്കേണ്ടത്? ആർക്കാണ് അല്ലാഹുവിന്റെ റസൂലിനെ പരിഹസിക്കേണ്ടത് എന്നല്ലേ പറഞ്ഞ ഉമർ ഇബ്നുൽ ഖത്താബ്. എന്നിട്ട് മദ്യലഹരിയുടെ അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഉമർ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലെ, ഈ ഭൂമി ലോകത്ത് നിന്നിട്ടല്ലോ മദ്യലഹരി പോലത്തെ ഉപേക്ഷിക്കാൻ അങ്ങ് അല്ലാഹുവിനോട് പറയണം കേട്ടോ. മദ്യലഹരിക്ക് അടിമപ്പെട്ട ഉമറാ പറയുന്നത്, നിങ്ങൾ എന്താകണം? അല്ലാഹുവിനോട് പറയണം കേട്ടോ. നിങ്ങൾ അല്ലാഹുവിനോട് പറയണേ മദ്യലഹരി വിരോധിക്കാൻ. അങ്ങനെ ഉമറിന്റെ അഭിപ്രായപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്, ഈ ഭൂമി ലോകത്ത് ഒരുപാട് ആളുകൾ മുസ്ലിങ്ങളൊക്കെ മറ്റ് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആളുകളാണ്. അത് അല്ലാഹു നിർത്താൻ പറയാം. എന്താ നിർത്താൻ പറഞ്ഞേ? നിർത്താൻ പറഞ്ഞാണ്. നിർത്താൻ പറയാ. എന്താ പറഞ്ഞത്? റസൂലില്ല മദീനത്ത് വസിക്കാനേ ബിലാലില്ല അസ്ഹാബം മനന്നൊന്ത് കരഞ്ഞു പാടി. ബിലാൽ പോവുകയാണ്. അല്ലാഹുവിന്റെ റസൂലില്ലാത്ത ഈ മദീനയിലേക്ക് ഉമറില്ല കേട്ടോ. ഉമറില്ല എന്ന് പറഞ്ഞുകൊണ്ട് മണം താണ്ടി അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയവനായ ബിലാൽ റളിയല്ലാഹു അൻഹു പോവുകയാണ്. മദീന വിട്ട് പോവുകയാണ്. പ്രവാചകനോടുള്ള സ്നേഹമാണ്. ഞാൻ ചുരുക്കുകയാണ്. നമ്മുടെ സമയം എന്നിട്ടോ നമ്മുടെ പ്രിയം നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് ആരെയാണ്? ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. നമ്മുടെ സ്നേഹം ഹബീബിനോടാണ്. വേറെ ആരെയും സ്നേഹിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അതിരിച്ച് സ്നേഹിക്കണം. നമ്മുടെ ചുറ്റുകൊള്ളുന്ന ആ മണൽത്തരികൾ നമുക്ക് ശുപാർശക്കായി എത്തുന്നത് നമ്മുടെ ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ നാം പിൻപറ്റുന്ന സിനിമാ താരം, സീരിയൽ താരം ഒരാളും അവിടെ വരുന്നില്ല. അവിടെ വരുന്നത് ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണ്. നാം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ഒരുപാട് ദിക്റും സലാത്തും ഒക്കെ ചൊല്ലി നാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാനിലോകം പുകഴ്ത്തിക്കൊണ്ട് എപ്പോഴും ഇരിക്കണം. നമുക്ക് വരുന്നത് നമ്മുടെ ഹബീബാണ്. നമ്മുടെ ഹബീബില്ലാതെ ഈ ലോകത്ത് വേറെ ഒന്നും നടക്കുകയില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നാം ഞാൻ പറഞ്ഞത് കേട്ടത് ഒരു സ്വാലിഹായ അമലായി അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ താൽക്കാലിക നിങ്ങളോട് കൂടെ പറയുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഹലോ.
ഹലോ ചെറുപ്പത്തെ പ്രോഗ്രാം നിർത്താൻ വേണ്ടി പള്ളിയിൽ നിന്ന് വന്നത്. തീർച്ചയായിട്ടും. ഓക്കെ. പള്ളിക്ക്